In all the pictures given below, O is the center of the circle and A, B, C are points on it. Calculate all angles of triangle ABC and triangle OBC in each. അതായത് തന്നിട്ടുള്ള ഫിഗറിൽ ഒ ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ്, എ ബി സി ഈ സർക്കിളിലെ 3 പോയിൻറ്റ്സ് ആണ്. അവ ജോയിൻ ചെയ്തിട്ടൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ 3 ഫിഗറിലെയും ട്രയാങ്കിൾ എ ബി സിയുടെയും ട്രയാങ്കിൾ ഒ ബി സിയിലെയും എല്ലാ ആംഗിൾസും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഒ എ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും, ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ എ ഒ സി. ട്രയാങ്കിൾ എ ഒ ബി ഈസ് ഐസോസ്ലെസ് ബിക്കോസ് ഇവിടെ ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി ആണ്, കാരണം അവ ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. നമുക്കറിയാം ഇൻ ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. സോ ഇവിടെ ആംഗിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എ എന്ന് എഴുതാം. ആംഗിൾ ഒ ബി എ 20 ഡിഗ്രി ആണ്. സോ ആംഗിൾ ഒ എ ബി ഈസ് ഓൾസോ 20 ഡിഗ്രി. ട്രയാങ്കിൾ എ ഒ സിയും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, കാരണം ഇവിടെ ഒ എ ഈസ് ഈക്വൽ ടു ഒ സി ആണ്, കാരണം ഇവ ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. നമുക്കറിയാം ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. സോ ഇവിടെ ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി എ എന്ന് എഴുതാം. ആംഗിൾ ഒ സി എ 30 ഡിഗ്രി ആണ്. സോ ആംഗിൾ ഒ എ സി ഈസ് ഓൾസോ 30 ഡിഗ്രി. ആംഗിൾ ബി എ സിയെ നമുക്ക് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ എ സി എന്ന് എഴുതാം. ദാറ്റ് ഈസ് 20 + 30, ദാറ്റ് ഈസ് 50 ഡിഗ്രി. But angle BAC is equal to half of angle BOC. Because angle subtended by BC to larger part of circle is half of angle subtended by BC to center of circle. Angle BOC കാണാൻ വേണ്ടിയിട്ട് by 2വിനെ നമുക്ക് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇൻറ്റു 2 ആവും. ദാറ്റ് ഈസ് 2 ഇൻറ്റു ആംഗിൾ BAC ഈസ് ഈക്വൽ ടു ആംഗിൾ BOC. ദാറ്റ് ഈസ് ആംഗിൾ BOC ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 50, ദാറ്റ് ഈസ് 100. ട്രയാങ്കിൾ ബി ഒ സി ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, കാരണം ഇവിടെ ഒ ബിയും ഒ സിയും ഈക്വൽ ആണ്, കാരണം അവ ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. നമുക്കറിയാം ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. സോ ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ദോർഫോർ ഇൻ ട്രയാങ്കിൾ ബി ഒ സി ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. സോ നമുക്ക് ആംഗിൾ ഒ സി ബിക്ക് പകരം ആംഗിൾ ഒ ബി സി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി സി പ്ലസ് 100 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 2 ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 100, ദാറ്റ് ഈസ് 80. ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 80/2, ദാറ്റ് ഈസ് 40 ഡിഗ്രി. Therefore ആംഗിൾ ഒ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി, ദാറ്റ് ഈസ് 40 ഡിഗ്രി. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ ഒ ബി സിയിലെയും ആംഗിൾസ് കാണാനാണ്. സോ ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ എ ബി സി ആർ ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എ പ്ലസ് ആംഗിൾ ഒ ബി സി, ദാറ്റ് ഈസ് 20 + 40 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ ബി സി എ ഈസ് ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ഒ സി എ, ദാറ്റ് ഈസ് 40 + 30, ദാറ്റ് ഈസ് 70 ഡിഗ്രി. ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ ഒ എ ബി, ദാറ്റ് ഈസ് 30 + 20 degree, that is 50 degree. Angles in triangle OBC are angle BOC is equal to 100 degree, angle OBC is equal to 40 degree, angle OCB is equal to 40 degree. സെക്കൻഡ് ഫിഗർ നോക്കാം. നമുക്ക് ഒ ബി ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും, ട്രയാങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ ഒ ബി സിയും. ട്രയാങ്കിൾ ഒ എ സി ഒന്ന് നോക്കാം. ട്രയാങ്കിൾ ഒ എ സി ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ബിക്കോസ് ഇവിടെ ഒ എയും ഒ സിയും ഈക്വലാണ്, കാരണം ഇവ ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. നമുക്കറിയാം ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. സോ ആംഗിൾ ഒ സി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ സി. ആംഗിൾ ഒ എ സി 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോ ആംഗിൾ ഒ സി എ ഈസ് ഓൾസോ 40 ഡിഗ്രി. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ദർഫോർ ഇൻ ട്രയാങ്കിൾ ഒ എ സി ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ ഒ സി എ പ്ലസ് ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. That is 40 + 40 plus angle AOC is equal to 180 degree. Angle AOC is equal to 180 minus 40 minus 40, that is 100. Angle ABC is equal to half of angle AOC. Because angle subtended by chord AC to larger part of circle is half of angle subtended by chord AC to center of circle. So angle ABC is equal to half into 100, that is 50 degree.
ട്രയാങ്കിൾ ഒ സി ബി ഒന്ന് നോക്കാം. ഇവിടെ ട്രയാങ്കിൾ ഒ സി ബി ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഇവിടെ ഒ സി ഈസ് ഈക്വൽ ടു ഒ ബി ആണ്. കാരണം ഇവ ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. നമുക്കറിയാം ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. സോ ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി എന്ന് എഴുതാം. ആംഗിൾ ഒ സി ബി 30 ഡിഗ്രി ആണ്. സോ ആംഗിൾ ഒ ബി സി ഈസ് ഓൾസോ 30 ഡിഗ്രി. ട്രയാങ്കിൾ ഒ ബി എ ഒന്ന് നോക്കാം. ട്രയാങ്കിൾ ഒ ബി എ ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ബിക്കോസ് ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി. കാരണം ഇവ ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. നമുക്കറിയാം ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. സോ ഇവിടെ ആംഗിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എ എന്ന് എഴുതാം. ആംഗിൾ ഒ ബി എ ആംഗിൾ എ ബി സി മൈനസ് ആംഗിൾ ഒ ബി സി ആണ്. ദാറ്റ് ഈസ് 50 മൈനസ് 30, ദാറ്റ് ഈസ് 20 ഡിഗ്രി. Therefore ആംഗിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എ, ദാറ്റ് ഈസ് 20 ഡിഗ്രി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ ഒ ബി സിയിലെയും ആംഗിൾസ് കാണാനാണ്. സോ ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ എ ബി സി ആർ ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ ബി സി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ഒ സി എ, ദാറ്റ് ഈസ് 30 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ ഒ എ ബി, ദാറ്റ് ഈസ് 40 പ്ലസ് 20, ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഇനി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഒ ബി സി കാണാം. ഇവിടെ ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, ആംഗിൾ ഒ സി ബി ഈസ് ഓൾസോ 30 ഡിഗ്രി. നമുക്കറിയാം ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ ബി ഒ സി ആണ്. കാരണം ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ബി സി ടു ലാർജർ പാർട്ട് ഓഫ് സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ബി സി ടു സെൻറ്റർ ഓഫ് സർക്കിൾ. സോ ആംഗിൾ ബി ഒ സിയെ നമുക്ക് 2 ഇൻറ്റു ആംഗിൾ ബി എ സി എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 60, ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഇനി തേർഡ് ഫിഗർ നോക്കാം. നമുക്ക് ആദ്യം ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് കാണാം. ഇവിടെ ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ ബി ഒ സി ആണ്. കാരണം ആംഗിൾ സബ്റ്റൻഡഡ് ബൈ കോഡ് ബി സി ടു ലാർജർ പാർട്ട് ഓഫ് സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ബി സി ടു സെൻറ്റർ ഓഫ് സർക്കിൾ. സോ ആംഗിൾ ബി എ സിയെ നമുക്ക് ഹാഫ് ഇൻറ്റു 70 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 35 ഡിഗ്രി. Angle ABC is equal to half of angle AOC because angle subtended by chord AC to larger part is half of angle subtended by chord AC to center of circle. So angle ABC is equal to half into 40 degree, that is 20 degree. Angle ACB is equal to 180 minus half of angle AOB എന്ന് എഴുതാം. കാരണം ആംഗിൾ സബ്റ്റൻഡഡ് ബൈ കോഡ് എ ബി ടു സ്മോളർ പാർട്ട് ഓഫ് സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ കോഡ് എ ബി ടു സെൻറ്റർ ഓഫ് സർക്കിൾ സബ്ട്രാക്റ്റഡ് ഫ്രം 180 ഡിഗ്രി. Therefore ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് ഹാഫ് ഇൻറ്റു 110 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 180 മൈനസ് 55, ദാറ്റ് ഈസ് 125 ഡിഗ്രി. ട്രയാങ്കിൾ ഒ ബി സി ഒന്ന് നോക്കാം. ട്രയാങ്കിൾ ഒ ബി സി ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ബിക്കോസ് ഒ ബി ഈസ് ഈക്വൽ ടു ഒ സി. കാരണം ഇവ ഈ സർക്കിളിൻ്റെ റേഡിയസുകളാണ്. നമുക്കറിയാം ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. സോ നമുക്ക് ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി എന്ന് എഴുതാം. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. സോ ഇൻ ട്രയാങ്കിൾ ഒ ബി സി ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി ബി ആണ് നമ്മൾ കണ്ടു. സോ നമുക്ക് ആംഗിൾ ഒ സി ബിക്ക് പകരം ആംഗിൾ ഒ ബി സി എന്ന് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് 2 ആംഗിൾ ഒ ബി സി പ്ലസ് 70 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. 2 ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 110/2, ദാറ്റ് ഈസ് 55 ഡിഗ്രി. Angle OCB is equal to angle OBC, that is 55 degree. So angles of triangle OBC are angle OBC is equal to 55 degree, angle OCB is equal to 55 degree, angle BOC is equal to 70 degree. Second question, the numbers 1, 4, 8 on a clock's face are joined to make a triangle. Calculate the angles of this triangle. How many equilateral triangles can we make by joining numbers on the clock face? അതായത് ഫിഗറിൽ ഒരു ക്ലോക്ക് ഫേസ് തന്നിട്ടുണ്ട്. അതിൽ 1, 4, 8 നമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിലെ ആംഗിൾസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഒരു ക്ലോക്ക് ഫേസിലെ നമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ട് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുമെന്നും ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കാണാം. ഈ ക്ലോക്കിൻ്റെ സെൻറ്റർ ഒ എന്ന് മാർക്ക് ചെയ്യാം. ക്ലോക്കിൽ 1 to 12 നമ്പേഴ്സാണുള്ളത്.
സോ നമുക്ക് ഈ ക്ലോക്കിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം ആംഗിൾ അറൗണ്ട് എ പോയിൻ്റ് ഈസ് 360 ഡിഗ്രി. സോ ഇവിടെ ആംഗിൾ അറൗണ്ട് ഒ ഈസ് 360 ഡിഗ്രി. ഓക്ക് ചുറ്റുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈ 12 ഈക്വൽ പാർട്സിൻ്റെയും സെൻട്രൽ ആംഗിളാണ്. Therefore, central angle of 12 equal part is equal to 360 degree. Central angle of 1 equal part is equal to 360 by 12. That is 30 degree. Question is numbers 1, 4, 8 join ചെയ്തിട്ടാണ് ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത്. സോ നമുക്ക് ആ ട്രയാങ്കിൾ ഇവിടെ 1ഉം 4ഉം 8ഉം ജോയിൻ ചെയ്തിട്ട് ആ ട്രയാങ്കിൾ വരയ്ക്കാം. അതിന് ABC മാർക്ക് ചെയ്യാം. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ആംഗിൾ ACBയും ആംഗിൾ ABCയും ആംഗിൾ BACയും ഒക്കെയാണ് നമുക്ക് കാണേണ്ടത്. ആംഗിൾ ACB ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ AOB ആണ്. കാരണം ആംഗിൾ സബ്റ്റൻഡഡ് ബൈ AB ടു ലാർജർ പാർട്ട് ഓഫ് സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ AB ടു സെൻറ്റർ ഓഫ് സർക്കിൾ. ആംഗിൾ AOB ഈസ് 30 + 30 + 30 ദാറ്റ് ഈസ് 4 × 30. സോ നമുക്ക് ആംഗിൾ ACB ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 4 × 30 എന്ന് എഴുതാം. ഈ 2ഉം 4ഉം വെട്ടി ഇവിടെ 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 × 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ AOC എന്ന് എഴുതാം. കാരണം ആംഗിൾ സബ്റ്റൻഡഡ് ബൈ AC ടു ലാർജർ പാർട്ട് ഓഫ് സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ AC ടു സെൻറ്റർ ഓഫ് സർക്കിൾ. ആംഗിൾ AOC എന്ന് പറയുന്നത് 30 + 30 + 30 + 30 + 30 ദാറ്റ് ഈസ് 5 × 30 ആണ്. സോ നമുക്ക് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ഹാഫ് × 5 × 30 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 150 by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ആംഗിൾ BAC ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ BOC എന്ന് എഴുതാം. കാരണം ആംഗിൾ സബ്റ്റൻഡഡ് ബൈ BC ടു ലാർജർ പാർട്ട് ഓഫ് സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ BC ടു സെൻറ്റർ ഓഫ് സർക്കിൾ. ആംഗിൾ BOC എന്ന് പറയുന്നത് 30 + 30 + 30 ദാറ്റ് ഈസ് 3 × 30 ആണ്. Therefore, angle BAC is equal to half of 3 × 30 that is 90 by 2 that is 45 degree. So, angles in triangle ABC are angle ACB is equal to 60 degree, angle ABC is equal to 75 degree, angle BAC is equal to 45 degree. ഇനി നമുക്ക് ക്ലോക്ക് ഫേസിലെ നമ്പേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ട് എത്ര ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് വരയ്ക്കാമെന്ന് നോക്കാം. സൈഡ്സൊക്കെ ഈക്വൽ ആയതും ആംഗിൾസൊക്കെ 60 ഡിഗ്രി ആയ ട്രയാങ്കിൾസിനെയാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ആദ്യം നമുക്കൊരു സർക്കിളിനുള്ളിലെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സാമ്പിൾ ഡയഗ്രാം വരച്ചു നോക്കാം. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ കോർണറിലെയും ആംഗിൾസ് 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ആംഗിൾ ACB ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ AOB എന്ന് എഴുതാം. കാരണം ആംഗിൾ സബ്റ്റൻഡഡ് ബൈ AB ടു ലാർജർ പാർട്ട് ഓഫ് സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ AB ടു സെൻറ്റർ ഓഫ് സർക്കിൾ. Therefore, angle AOB is equal to 2 × angle ACB that is 2 × 60 that is 120 degree. ഇതേപോലെ ആംഗിൾ BOCയും ആംഗിൾ AOCയും ഒക്കെ 120 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ ട്രയാങ്കിളിൻ്റെ കോർണറിലെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രിയാണ്. സോ ആംഗിൾ AOBയുടെ എൻസ് ജോയിൻ ചെയ്താൽ നമുക്ക് സൈഡ് AB കിട്ടും. ആംഗിൾ AOCയുടെ എൻസ് ജോയിൻ ചെയ്താൽ നമുക്ക് സൈഡ് AC കിട്ടും. ആംഗിൾ BOCയുടെ എൻസ് ജോയിൻ ചെയ്താൽ നമുക്ക് സൈഡ് BC കിട്ടും. അതായത് ക്ലോക്കിൻ്റെ സെൻറ്ററിൽ 3 120 ഡിഗ്രി ആംഗിൾസ് വരച്ചിട്ട് ആ ആംഗിൾസിൻ്റെ എൻസൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 3 സൈഡ്സ് കിട്ടും. അതായിരിക്കും നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ABC. ആദ്യം നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു കോർണർ 12-ലാണെന്ന് അസ്യൂം ചെയ്യാം. 12-ൽ നിന്നും 120 ഡിഗ്രി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത കോർണർ കിട്ടും. സോ നമുക്ക് 12-ൽ നിന്നും 120 ഡിഗ്രി മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 30 + 60 + 90 + 120. അപ്പോൾ 120 വരുന്നത് 4-ലാണ്. സോ 4 ഈസ് ദി അതർ കോർണർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ 12ഉം 4ഉം ജോയിൻ ചെയ്താൽ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കിട്ടും. ഇനി 4-ൽ നിന്നും 120 ഡിഗ്രി മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 30 60 90 120. 120 എത്തുന്നത് 8-ലാണ്. സോ 8 ആണ് ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ അടുത്ത കോർണർ. അപ്പോൾ ഈ 4ഉം 8ഉം ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു സൈഡ് കിട്ടും. അപ്പോൾ 2 സൈഡായി. അപ്പോൾ ആദ്യത്തെ കോർണർ 12-ലേക്ക് 8-ൽ നിന്ന് ഒരു ലൈൻ വരച്ചാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കോർണർ 1-ലാണെന്ന് അസ്യൂം ചെയ്യാം. സോ നമുക്ക് 1-ൽ നിന്നും 120 ഡിഗ്രി മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 30 60 90 120. 120 എത്തുന്നത് 5-ലാണ്. സോ 5 ഈസ് അതർ കോർണർ. 1ഉം 5ഉം ജോയിൻ ചെയ്താൽ നമുക്ക്
ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കിട്ടി. ഇനി 5ൽ നിന്നും 120 ഡിഗ്രി മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 30, 60, 90, 120. 120 എത്തിയത് 9ലാണ്. സോ 9 ഈസ് ദി അതർ കോർണർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. 5ഉം 9ഉം ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു സൈഡ് കിട്ടി. ഈ 9ഉം ആദ്യത്തെ കോർണറായ 1ഉം കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കോർണർ 2ലാണെന്ന് അസ്യൂം ചെയ്യാം. സോ 2ൽ നിന്നും 120 ഡിഗ്രി മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 30, 60, 90, 120. 120 എത്തിയത് 6ലാണ്. സോ 6 ഈസ് ദി അതർ കോർണർ. 2ഉം 6ഉം ജോയിൻ ചെയ്യുമ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡായി. ഇനി 6ൽ നിന്നും 120 ഡിഗ്രി മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 30, 60, 90, 120. 120 എത്തിയത് 10ലാണ്. സോ 10, 6ഉം ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ മറ്റൊരു സൈഡ് കിട്ടി. 10ഉം 2ഉം ജോയിൻ ചെയ്യുമ്പോൾ മറ്റൊരു സൈഡായി. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കോർണർ 3ലാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 3ൽ നിന്നും 120 ഡിഗ്രി മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 30, 60, 90, 120. 120 എത്തുന്നത് 7ലാണ്. സോ 7 ഈസ് അതർ കോർണർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ 3ഉം 7ഉം ജോയിൻ ചെയ്യുമ്പോൾ ഒരു സൈഡായി. ഇനി 7ൽ നിന്നും 120 ഡിഗ്രി മെഷർ ചെയ്യാം. 30, 60, 90, 120. 120 എത്തുന്നത് 11ലാണ്. അപ്പോൾ 11 ഈസ് അതർ കോർണർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. സോ 7ഉം 11ഉം ജോയിൻ ചെയ്യുമ്പോൾ മറ്റൊരു സൈഡായി. 11ഉം 3ഉം ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇനി 4ൽ അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ തന്നെ കിട്ടും. സോ നമുക്ക് ടോട്ടൽ 4 ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് ഈ ക്ലോക്ക് ഫേസിലെ നമ്പേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്നത്.